അപ്പം തന്നെ നിങ്ങൾ ഈ വണ്ടി പോകില്ല എന്ന് പറഞ്ഞാൽ വാച്ചെടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫയൽ ക്ലോസ് ആണേ. പിന്നെ ഇവിടെ വന്നിട്ടും കാര്യമില്ല, ചെറുത് വന്നിട്ടും കാര്യമില്ല. ഞാൻ എല്ലാം ചുട്ടിക്കൂട്ടി നിങ്ങളുടെ തലയിൽ തന്നെ ഇട്ടും ആ വണ്ടി വിട്ടേക്കാൻ പറയും. എന്താ കാര്യം? അവർ ദൈവത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, എങ്ങനെ എത്രയും വേഗം അവർക്ക് വീട്ടിലെത്താൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത്. മറിച്ച് അത് എപ്പോഴും നമ്മളെ മറ്റ് വിഷയങ്ങളുടെ സമ്മർദ്ദങ്ങൾ എപ്പോഴും നിങ്ങളെ ബാധിക്കും, ഗുരുതരമായിട്ട് ബാധിക്കും. എപ്പോഴും എനിക്ക് തോന്നുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവ തിരുസന്നിധിയിൽ നിങ്ങൾ നിൽക്കുമ്പോഴും വരുമ്പോഴും ഒരു വിഷയം കർത്താവിൻ്റെ കയ്യിലാണ് ഫയലെങ്കിൽ മറ്റ് വിഷയങ്ങളുടെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വിഷയം പ്രോസസ്സിങ്ങിലാണെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ദൈവത്തെ പറയണ എൻ്റെ കൂട്ടുകാരത്തെ കൂടി സ്വിറ്റ്സർലൻഡിൽ വന്നാൽ നല്ലതായിരുന്നെന്ന് പറയും. അവൾ വന്നില്ലേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകത്തുമില്ല. അത് ദൈവത്തെ അറിയാമെങ്കിൽ ഈ ഫയൽ ദൈവം വെട്ടിക്കളയും. അതാണ് വിഷയം. കാര്യം ഈ കൂട്ടുകാരത്തെ അവളുടെ ഇടപാടുകളും ബന്ധമൊക്കെ എത്ര കാലം നിൽക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. നിനക്ക് ബുദ്ധിയും ബോധവും ഇല്ലാത്തത് കൊണ്ട് നീ ഇപ്പോൾ ഒരു വൈകാരികമായ അടിമയായിട്ട് ജീവിക്കുകയാണ്. ഈ മറ്റുള്ളവരുടെ അടിമയായ ആൾക്കാരെ ദൈവം ആ വിഷയം ടേക്കപ്പ് ചെയ്യത്തില്ല. ഇപ്പം എപ്പോഴും വലിയ പ്രശ്നം ദൈവദൃശ്യന് വരുമ്പോൾ എന്തെങ്കിലും വിഷയത്തിൻ്റെ വ്യക്തികളുടെ അടിമയാണോ നീ എന്ന് ഓർക്കണം. അത് തന്നെയല്ല, അതിനെല്ലാം കൂടി ഈശോ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുണ്ട്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്? അത് ദൈവാരൂപി തന്നെ ആയിരിക്കണം, അത് ലോകാരൂപിയോ ദുഷ്ടാരൂപിയോ ഒന്നും ആയിരിക്കരുത്. ഇപ്പം ആൻറ്റിയുടെ മകള് സ്വിറ്റ്സർലൻഡിൽ പോയതുകൊണ്ട് നിങ്ങളും കെട്ടിയെടുത്ത് പോകാനാണെങ്കിൽ അത് മത്സരമാണ്, ലോകാരൂപിയാണ്. നിങ്ങളെ ലൈനടിച്ച് വെച്ചിരിക്കുന്ന പയ്യനെ കല്യാണം കഴിച്ചിട്ട് വീട്ടിലെ പറമ്പ് എല്ലാം കടത്തിലാക്കി നിങ്ങൾ ഒരു ജോലി ഒപ്പം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നാത്തൂനിട്ടൊരു പണി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവളെങ്ങനെ ജീവിക്കുമെന്ന് നോക്കട്ടെ. അപ്പനെ കയ്യിലെടുക്കും. കയ്യിലെടുത്തിട്ട് അപ്പനെ ചൊറുകിയും മാന്തിയും ഒക്കെ വശത്താക്കിയിട്ട് അവൾക്ക് ലോൺ എടുക്കാൻ വേണ്ടി വീടും പുരയുടെ ഒപ്പിച്ച് വെക്കും. എന്നിട്ട് ഈ ലോൺ എടുത്ത് അവൾ കാനഡയിൽ പോവുകയും ചെയ്യും. അവിടെ പോയി വെച്ചും അവൾ ലൈനടിച്ച പയ്യനുമായിട്ട് അവൾ ജീവിക്കുകയും ചെയ്യും. 5 പൈസ ലോൺ അടക്കത്തുമില്ല. അപ്പം നാത്തൂനും ആങ്ങളെയും പരുവക്കേടാവും. ഇതാണ് കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളൻ വരുന്നതെന്ന്. ഇത് നശിപ്പിക്കുകയല്ലേ ആങ്ങളുടെ ജീവിതം. ഇപ്പം ആങ്ങളെ ചത്താലും കുഴപ്പമില്ല, നാത്തുവിൻ്റെ കണ്ണീര് കണ്ടാലും മതി. അപ്പം ആ ഒരു വകുപ്പിലാണ് അന്തർഭൗമ അടിയൊഴുക്കുകളുണ്ടാകും. ചിലപ്പോൾ പല നിയോഗങ്ങളുടെയും പ്രശ്നം നനഞ്ഞ നിയോഗങ്ങളാണ്. ഇന്നത്തെ അന്തർഭൗമ അടിയൊഴുക്കുകളുണ്ട്. കർത്താവ് ഇതെല്ലാം സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. പല ആൾക്കാരും അവരുടെ തന്നെ ശിക്ഷാവിധി പാനം ചെയ്യുന്നുണ്ട് ഉടമ്പടി വെച്ചുകൊണ്ട്. Take the word of God. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 1 കൊരിന്തോസ് 11:29. 1 കൊരിന്തോസ് ഒരു എക്സ്പ്രഷൻസ് ഓഫ് ദി ബൈബിളാണ്. എന്താണ്? അവളുടെ കയ്യിരിപ്പ് കാരണം അവരുടെ ശിക്ഷാവിധി തന്നെയാണ് അവർ പാലനം ചെയ്യണത്. എൻ്റെ ഫെയിലിയർ ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റം. ചില ആൾക്കാർ ഒന്ന് ചെയ്താലും ഗതി പിടിക്കത്തില്ല. എന്താ കാര്യം? വളഞ്ഞ വഴി മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ നേരെ തൊടുന്നതിന് ശരി അവരിങ്ങനെ തൊടത്തുള്ളൂ. ഗേറ്റ് തുറന്ന് കിടന്നാലും ശരി മധുരം ചടിയേ കയറത്തുള്ളൂ. അതവരെ പഠിച്ചുപോയി. ഈ കുരുഷ്ട പരിപാടിയും കൊണ്ട് എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിലൊരു കുനിഷ്ടുണ്ടാകും. അതുകൊണ്ടാണ് ഈശോ വരുമ്പോൾ തന്നെ യോഹന്നാൻ പറയും, ആദ്യമേ തന്നെ ഈശോയാണ് ഹൃദയത്തിലേക്ക് സംഭവിക്കണമെങ്കിൽ വളഞ്ഞവ ഋജുവാക്കേണ്ടി വരും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. വാ വാ
സ്നേഹമേ ശ്രദ്ധിപ്പാട്. ലൂക്കാ 3:4-5 തിരുവചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 4-5 വാക്യങ്ങൾ. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ, താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, കുന്നും മലയും നികത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുവരുത്തവ മൃദുവാക്കപ്പെടും. പരുവരുത്തവ മൃദുവാക്കപ്പെടും. ഇത്രയും കാര്യം ലൈഫിൽ സെറ്റായാൽ ഉടമ്പടി പെട്ടെന്ന് ഫയറാകാൻ തുടങ്ങും. അതുകൊണ്ട് ഈ ലൂക്ക 3-ാം അധ്യായം 4-5 വാക്യങ്ങൾ ഒന്നൊരു വായിച്ചേ. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ, താഴ്വരകൾ നികത്തപ്പെടും, താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, കുന്നും മലയും നികത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുവരുത്തവ മൃദുവാക്കപ്പെടും. ഇവിടെ മൃദുത്വമാണ് ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് നോമെന്ന് പറയണത്. കൃപ പ്രവർത്തിക്കാൻ പറ്റിയ, മനസ്സിലായില്ലേ? മൃദുത്വമില്ലേ, അതാണ് ഒരു സ്റ്റാൻഡേർഡ് നോമെന്ന് പറയണത്. നിങ്ങളുടെ എടുത്തുചാട്ടക്കാരും മുൻകോപികളൊക്കെ ആണെങ്കിൽ മൃദുഭാവം കൈവരിക്കേണ്ടി വരും. അല്ല, ഉടമ്പടി വർക്കൗട്ട് ചെയ്തില്ല. നിങ്ങൾ എടുത്തുചാട്ടക്കാരും മുൻകോപികളുമാണെങ്കിൽ പതുക്കെ, പരവെപ്പുകാരും സൂചിവെപ്പുകാരും ആണെങ്കിൽ, കണ്ടവൻ്റെ അന്നം മുടക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ആ താഴ്വരകളെല്ലാം നിവർത്തപ്പെടും. ഈ കാര്യങ്ങളെല്ലാം ഇതിന് നമ്മളൊരു ഓപ്പൺ ടു ദി സ്പിരിറ്റ് ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തോടൊരു തുറയുകയാണ്. അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ ആ ചെയ്യണ കാര്യങ്ങൾ ദൈവം അംഗീകരിക്കണം. ആ അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ വചനം സ്വീകരിക്കുന്ന ആ മോഡിൽ തന്നെ വേണം അത്. അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ഈശോ തൊട്ടങ്ങുമ്പോൾ സുവിശേഷത്തെ വിശ്വസിക്കുക എന്നതിന് മുമ്പ് പറഞ്ഞ അനുദപിക്കുക എന്ന് പറയും. അതാണ് അല്ലേ? സുവിശേഷത്തെ വിശ്വസിക്കണ മുമ്പ് തന്നെ ഈശോ എന്ത് പറയും? അനുദപിക്കുക. 1:15 എടുത്ത് മർക്കോസിന്റെ സുവിശേഷം. മർക്കോസ് 1:15. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അനുദപിക്കണം ആദ്യം. അത് ഇതുപോലെയുള്ള മൃദുഭാവങ്ങൾ കൈവരിക്കണം. ഒറ്റ ധ്യാനം കൊണ്ട് ശരിയാകണം. അല്ലാതെ ഒരാഴ്ച എടുക്കുന്ന ധ്യാനത്തിൻ്റെ കാലം കഴിയുകയാണ് ശരിക്കും. അതിനുശേഷമുണ്ട കർത്താവ് ഉടമ്പടി തന്നത് അല്ലേ? ആ ഒരു കാലം കഴിയുമ്പോൾ ഇപ്പോൾ ഉടമ്പടിയുടെ കാലമാണ്. ഓരോന്നിനും ഓരോ കാലമല്ലേ? ഉടമ്പടി എടുത്ത് മനുഷ്യനെ ഉടമ്പടി പ്രകാരം ജീവിക്കുകയാണ്. അപ്പം ജീവിക്കുമ്പോൾ ചില ആൾക്കാർ ഭയങ്കരമായ, ഇപ്പം അശ്വതിയുടെ കാര്യം എന്താ പറയണത്? അശ്വതി പറഞ്ഞു പോലെ തന്നെ അവൾ പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ അവൾക്ക് സെറ്റ്. 1 മാസത്തിനുള്ളിൽ നീ പോകേണ്ട സ്ഥലത്തേക്ക് നിനക്ക് പോകണ്ടേ? കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് ഉടമ്പടി വർക്കൗട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ 1 മാസത്തിൽ തന്നെ ഒരു ഇൻ്റർവ്യൂ ആകും. അപ്പോൾ ഇൻ്റർവ്യൂ ആകുമ്പോൾ ഇവർക്ക് ഭയങ്കര പേടിയാവും. എന്താ കാര്യം? ഇന്ന് വരെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഇൻ്റർവ്യൂവിന് ഇരുന്നിട്ടില്ല. മലയാളം മീഡിയമാണ് ആൾ. ഇംഗ്ലീഷ് കേട്ടാൽ പോലും അവരുടെ ഫൊണാറ്റിക്സും പ്രൊനൗൺസിയേഷനും ഒന്നും ക്യാച്ച് ചെയ്യത്തില്ല. കാരണം പല പ്രശ്നങ്ങളാണ്. നമുക്ക് പല പ്രശ്നങ്ങളേ ഉള്ളൂ.
കർത്താവിന് ഒരു പ്രശ്നമേ ഉള്ളൂ. എന്താണ്? കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ നീ തയ്യാറാണെന്ന് മാത്രമേ. നമുക്ക് പല പ്രശ്നമാണ്. എനിക്ക് പേടിയാണ്, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, എനിക്ക് അവർ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഞാൻ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല, നമുക്ക് പല പ്രശ്നമാണ്. കർത്താവിന് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. എന്താണ്? മെറിറ്റുകൾ അവസാനിക്കുന്നിടത്ത് നോട്ട് ബൈ മെറിറ്റിൽ ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ശ്രീലക്ഷ്മി ആർ. എൻ്റെ അമ്മയാണിത്. ഞങ്ങൾ കോട്ടയത്തുനിന്ന് വരുന്നു. ഞാൻ 2024 മെയ് 8-ാം തീയതി ആയിരുന്നു ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ അമ്മൂമ്മ വളരെ നിർബന്ധിച്ച് എന്നെ കൊണ്ടുവന്നതാണ്. ഞാൻ ഒരു ഹിന്ദുവാണ്, എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. അങ്ങനെയായിരുന്നു ഇവിടെ ആദ്യമായിട്ട് വന്നത്. അന്ന് ഉടമ്പടി എടുത്തു, ഇവിടുന്ന് പോയി. പക്ഷെ ഞാൻ ഉടമ്പടി ഒന്നും പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എൻ്റെ ജർമ്മൻ പഠിക്കുന്നതിന് ഒരു മാസം മുന്നേ ആയിരുന്നു ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് ഉടമ്പടി പുതുക്കേണ്ട സമയപ്പോൾ വീണ്ടും അമ്മൂമ്മ നിർബന്ധിച്ച് എന്നെ കൊണ്ടുവന്നു. പക്ഷെ അന്നേരവും എനിക്ക് ഒരു വിശ്വാസം ഇവിടെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ തിരിച്ച് പോയി എൻ്റെ ജർമ്മൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. എക്സാമിൻ്റെ സമയത്ത് ഒരു 2 ആഴ്ച മുന്നേ എൻ്റെ എക്സാം എടുത്ത് തന്ന എൻ്റെ ഏജൻറ്റ് എന്നോട് പറഞ്ഞു, ഒരു ലിങ്ക് അയച്ചിട്ട് പറഞ്ഞു, നിനക്കിത് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, എനിക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അതിന് നീ മര്യാദയ്ക്ക് പാലിക്കേണ്ടതുപോലെയാണോ പാലിച്ചത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല, ചേട്ടൻ്റെ അനുഭവങ്ങളൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പം പുള്ളി കുറേ കാര്യങ്ങൾ പുള്ളിയുടെ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് അവിടെ ഒരു സ്പാർക്ക് ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്നുള്ളൊരു തോന്നൽ തോന്നി. അങ്ങനെ ഞാൻ അന്ന് ആത്മാർത്ഥമായിട്ടായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഞാൻ 3 ദിവസം മര്യാദയ്ക്ക് രാവിലെ തന്നെ എണീറ്റ് പ്രാർത്ഥിച്ച് 4-ാമത്തെ ദിവസം ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി കൃപാസനത്തിൽ വന്നു. അന്നേരം വന്ന സമയത്ത് എനിക്ക് എന്തെന്നില്ലാത്തൊരു മാതാവിനോടൊരു അടുപ്പം എനിക്ക് തോന്നി. ഞാൻ വളരെ കരഞ്ഞ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ 6ാമത് നിയോഗം എഴുതാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ എഴുതി, ഞാനന്ന് ജർമ്മൻ എക്സാം പോലും എഴുതിയിട്ടില്ല. ഞാൻ എഴുതി, മാതാവേ എനിക്ക് ജർമ്മൻ ടീച്ചറായിട്ടൊരു ജോലി തരണേന്ന്. ഞാൻ അതിന് മുന്നേ കുറേ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സാം മൊഡ്യൂളൊന്നും ക്ലിയർ അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുന്ന് നിയോഗം സമർപ്പിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഫോൺ വല്ലാണ്ട് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനപ്പം ഇവിടെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് എടുത്തില്ല. അതിനുശേഷം ഞാൻ നമ്മുടെ പത്രം വാങ്ങിക്കുന്ന അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നേരെ വാട്സപ്പായിരുന്നു അത് ഓണായത്. വാട്സപ്പിൽ ഫസ്റ്റ് കിടന്ന മെസ്സേജ് ഓഫർ ലെറ്റർ അയക്കട്ടെ ശ്രീലക്ഷ്മി എന്ന് ചോദിച്ചിട്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ വിശ്വസിപ്പിക്കാൻ ഞാനുണ്ട് കൂടെ എന്നൊരു ഹിൻഡ് തന്നതാണ് എനിക്ക്. അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ കരഞ്ഞുപോയി. അങ്ങനെ ഞാൻ മാതാവിൽ പിന്നെ ഞാൻ ഉഴപ്പിയിട്ടില്ല. എൻ്റെ ഉടമ്പടി ഞാൻ മര്യാദയ്ക്ക് തന്നെ പാലിച്ചു. അങ്ങനെ മെയ് 10-ാം തീയതി, ആക്ച്വലി മെയ് 7-ാം തീയതി ആയിരുന്നു ആദ്യം ഒരു എക്സാം. അത് ഡേറ്റ് മാറി മെയ് 10-ാം തീയതിയിലോട്ടായി. അന്ന് ഞാൻ എക്സാം എഴുതാൻ പോയി. എക്സാം എഴുതി തിരിച്ചു വന്നു. ഞാൻ ഉടമ്പടി കാശ് രൂപവും ഉപ്പും തൈലവും എല്ലാം ഉപയോഗിച്ചിട്ടായിരുന്നു എക്സാമിന് കയറിയത്. അങ്ങനെ എക്സാം എഴുതി തിരിച്ചു വന്നു. ആക്ച്വലി മെയ് 7-ാം തീയതി എക്സാം എഴുതിയ ഒട്ടുമിക്ക പിള്ളേരും പാസ്സായിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് മാറിപ്പോയി. മെയ് 10-ാം തീയതി ഞാൻ എഴുതിയപ്പം ഞാൻ പാസ്സായി എക്സാമിന്. അതായത് 2 മൊഡ്യൂൾ എനിക്ക് കിട്ടി. അതിനുശേഷം ഞാൻ നേരെ എക്സാം ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ കുഴപ്പമില്ലാതെ പോവായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്ക് തന്നെ തോന്നി എൻ്റെ ലാംഗ്വേജ് കുറച്ച് പോകുന്നുണ്ട്, ബാക്കി 2 മൊഡ്യൂൾ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയപ്പം ഞാൻ ഞാൻ ജോലി റിസൈൻ ചെയ്ത് അപ്പം തന്നെ മാതാവ് എനിക്കൊരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ കയറാനുള്ളൊരു അവസരം തന്നു. അതായത് 1 മാസത്തെ പ്രിപ്പറേഷൻ കോഴ്സ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആക്ച്വലി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സ്പ്രഹനും അതായത് സ്പീക്കിങ്ങോ ഷ്രൈബനോ അല്ലായിരുന്നു. വളരെ ലെവല് നല്ല കൂടിയിട്ടുള്ള സ്പീക്കിങ്ങും ഷ്രൈബനും ഒക്കെ എഴുതുന്ന കുറേ പിള്ളേരെ പരിചയപ്പെടാൻ പറ്റി. അവരിലൂടെ എനിക്ക് എൻ്റെ ജർമ്മൻ ഇമ്പ്രൂവ് ആക്കാൻ പറ്റി. അങ്ങനെ ഒക്ടോബർ, മാതാവിൻ്റെ മാസമായിട്ടുള്ള ഒക്ടോബറിൽ തന്നെ എനിക്ക് അടുത്ത എക്സാമിനുള്ള ഡേറ്റ് കിട്ടി. കോലാപ്പൂരായിരുന്നു എക്സാം. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഞാൻ മാതാവിനെയും മുറുക്കെ പിടിച്ചായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കോലാപ്പൂർ ചെന്നു. എക്സാമിൻ്റെ തലേ ദിവസം എനിക്ക് എന്തെന്നില്ലാതെ ഭയങ്കര ടെൻഷൻ. ഞാൻ മാതാവിനെ
ഒരുപാട് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ടെൻഷനാ, എന്നെക്കൊണ്ട് പറ്റുമോയെന്ന് എനിക്കറിയില്ല, എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ആ സമയത്ത് എൻ്റെ ഡോറിൽ ഒരാൾ വന്ന് നോക്ക് ചെയ്തു, മുട്ടി. അപ്പം ഞാൻ ഡോറ് തുറന്നപ്പം എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയായിരുന്നു അത്. അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചു, മിസ്സ് എല്ലാം പഠിച്ചായിരുന്നോ, ഇത് നോക്കിയായിരുന്നോ എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു ടോപ്പിക്ക് കൊണ്ട് തന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഷ്രൈബല്ല റൈറ്റിങ്ങിലെ ടോപ്പിക് ആയിരുന്നു അത്, പുതിയത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ചെയ്തിട്ട് ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ചുമ്മാ മലയാളത്തിലൊന്ന് വായിച്ചിട്ട് ഞാൻ പോയി ക്വസ്റ്റ്യൻ്റെ ഒന്ന് ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ഒന്ന് വായിച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം എക്സാമിന് കയറി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് അത് തന്നെ വരുമെന്ന്. അപ്പം തന്നെ ഞാൻ അങ്ങ് സ്തംഭിച്ചു പോയി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കിത് അറിയത്തില്ലെന്ന് മാതാവിന് അറിയാലോ, പിന്നെ മാതാവ് എന്തിനാണ് എനിക്ക് ഇത് തന്നെ തന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പം 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, മാതാവിനെ പഴി ചാരിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്കിപ്പം എക്സാം ആണ്, അപ്പം നമ്മൾ എക്സാം എഴുതുക, ടൈം കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ടൈം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്തു. മാതാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഓരോ സെൻറ്റൻസും ആരോ പറഞ്ഞു തരുന്ന രീതിയിൽ എനിക്കിങ്ങനെ എൻ്റെ ചെവിയിൽ വന്നുകൊണ്ടേ ഇരിക്കുക. ഞാൻ അങ്ങനെ ആ സെൻറ്റൻസുകളെല്ലാം എഴുതി. ആക്ച്വലി നമുക്ക് 2 പേപ്പർ കിട്ടും റൈറ്റിംഗ് എഴുതാൻ. അതിലൊരു റഫ് പേപ്പർ ഉണ്ട്. ഞാൻ റഫ് പേപ്പർ തൊട്ടതേ ഇല്ല, മെയിൻ ഷീറ്റിലോട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത്. കാര്യം എനിക്ക് ഈ ടോപ്പിക്കിനെ പറ്റി ഒന്നും അറിയത്തില്ല. മാതാവ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക, അത് ഞാൻ ഡയറക്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെ എഴുതി അവസാനത്തെ ഒരു 5 മിനിറ്റിൽ ഞാൻ ഈ ജസ്റ്റ് ഈ എഴുതിയതൊന്ന് വായിച്ചിട്ട് കുറച്ച് കറക്ഷൻസും ചെയ്തിട്ട് ഞാൻ കുരിശും വരച്ചപ്പം എൻ്റെ പേപ്പർ വാങ്ങിക്കൊണ്ട് പോയി. അപ്പോൾ എനിക്ക് ആ എക്സാമിന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാര്യം എനിക്ക് അറിയാൻ മേലാത്തൊരു ടോപ്പിക്ക്, കാര്യം അറിയാവുന്നതും പഠിച്ചതും വന്നാൽ പോലും പിള്ളേർ പാസ്സാവാത്ത എക്സാം, എങ്ങനെ ഞാൻ ഇത് പാസ്സാവുമെന്ന് എനിക്കറിയില്ല. ആ എക്സാം ഞാൻ വിട്ടു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് സ്പീക്കിംഗ് ആയിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും പേടിയുള്ളത്. കാര്യം നമ്മൾ ഫേസ് ടു ഫേസ് ഒരാളോട് സംസാരിക്കണം, അത് വളരെ പാടുള്ളതായിരുന്നു. അപ്പം ഞാൻ എക്സാം ഉച്ച കഴിഞ്ഞായിരുന്നു. ഞാൻ ടെൻഷൻ അടിച്ച് ഞാൻ ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ കൈയൊക്കെ വേർത്ത് തണുത്തിരിക്കുക. ആ സമയത്ത് ഒരു 20 മിനിറ്റ് മുന്നേ, എക്സാമിന് 20 മിനിറ്റ് മുന്നേ എനിക്ക് എന്തെന്നില്ലാതെ ഉറക്കം വരിക. അപ്പം ഉറക്കം വരുന്ന സമയത്ത് എനിക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു 2 മിനിറ്റ് ഉറങ്ങി പെട്ടെന്ന് ആരോ എൻ്റെ പേര് വിളിച്ച സമയത്ത് ഞാൻ പെട്ടെന്ന് എണീറ്റു. അപ്പം തൊട്ട് എൻ്റെ കൈ വേർക്കുന്നില്ല, കൈ തണുത്തിട്ടില്ല. ഭയങ്കര കൂളായിട്ട് ഞാൻ ഒരു ടെൻഷനും ഇല്ലാതെയായിരുന്നു ഞാൻ എക്സാമിന് കയറിയത്. കിട്ടിയ ടോപ്പിക്കാണേലും എനിക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടോപ്പിക്കും. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ ചെന്നു. ഞാൻ തലേ ദിവസം മാതാവിനോട് പറഞ്ഞത്, മാതാവ് എൻ്റെ എക്സാം ഹാളിൽ വരണം, നീല ഡ്രസ്സ് ഇട്ട് വരണം എന്ന്. നമ്മുടെ കൃപാസനം ബുക്കിലെ ആ ഉടമ്പടി പത്രത്തിലെ ആ കറക്റ്റ് നീല ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ടീച്ചർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്കറിയായിരുന്നു ഞാൻ എക്സാം പാസ്സായി, സ്പീക്കിംഗ് എനിക്ക് കിട്ടും ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് ഒക്ടോബർ 12-നായിരുന്നു എക്സാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ജപമാല റാലിയിൽ വന്ന് കൂടി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ജപമാല റാലിയിൽ കൂടുമ്പം അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഗിഫ്റ്റായിട്ട് എനിക്ക് എക്സാം. അപ്പം ഞാൻ സ്പീക്കിംഗ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, റൈറ്റിംഗ് കിട്ടൂല എന്നറിയാം, സാരമില്ല നെക്സ്റ്റ് ടൈം പിടിക്കാന്നുള്ള രീതി ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് സ്പീക്കിംഗ് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് നടക്കുക. എനിക്ക് അന്നേരം അറിയില്ല, ഭയങ്കര ഊർജ്ജമായിരുന്നു അത് നടക്കാൻ വേണ്ടി. അങ്ങനെ ജപമാല റാലി കംപ്ലീറ്റ് ആക്കി. പക്ഷെ അന്ന് എനിക്ക് റിസൾട്ട് വന്നില്ല. അപ്പം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ബാഡായി, അയ്യോ കിട്ടിയില്ലേ. അതിൻ്റെ പിറ്റേ ദിവസവും വന്നില്ല. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി ഇരിക്കുന്ന സമയത്ത് ഞാൻ 2ാമത് എക്സാമിന് ഡേറ്റ് എടുത്തു. അതായത് പഞ്ചാബിൽ ഡേറ്റ് എടുത്തു. കാര്യം ഇത് ഷ്രൈബൻ കിട്ടൂല എന്നറിയാലോ. അപ്പം ഞാൻ പഞ്ചാബിൽ ഡേറ്റ് ട്രെയിനിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ ഡേറ്റ് എടുത്തുന്ന ഏജൻറ്റ് എന്നെ വിളിച്ചിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടുണ്ട് നോക്കുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഭയങ്കര ടെൻഷൻ അടിച്ച് നോക്കി. പക്ഷെ അറിയാണ്ട് കൈ തട്ടി എടുത്തത് ഓപ്പൺ ആക്കിയത് ഷ്രൈബൻ്റെ റിസൾട്ടായിരുന്നു. ഞാൻ നോക്കുമ്പം 67 മാർക്ക്, 60 പാസ് മാർക്ക്, 7 മാർക്ക് മാതാവിൻ്റെ നമ്പറായിട്ടുള്ള 7. ഞാൻ ഇത് കണ്ടതും എനിക്ക് എന്തായിരുന്നു, ഞാൻ നിന്നവിടുന്ന് കരഞ്ഞു. ട്രെയിനിൽ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുക, എന്താ കരയുന്നതെന്ന്. അങ്ങനെ സ്പ്രഹൻ ഓൾറെഡി എനിക്കറിയായിരുന്നു ഞാൻ പാസ്സാകുമെന്ന്. അങ്ങനെ മാതാവ് 2nd അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 4 മൊഡ്യൂളും പാസ്സാക്കി തന്നു. എൻ്റെ ക്ലാസ്സിൽ തന്നെ ഞാനായിരുന്നു ഫസ്റ്റ്.
പാസ്സായത് ജർമ്മൻ. അങ്ങനെ ഞാൻ ആ യാത്രയ്ക്ക് പോയി. രണ്ടാമത്തെ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തു. പാസ്സായെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്തു. കാര്യം ഒരു പ്ലേസ് ഓഫ് ബർത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇനിയിപ്പം അതെന്തെങ്കിലും പ്രശ്നമായാലോ എന്ന് വിചാരിച്ച് ഞാൻ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് തിരിച്ചു വന്നു. നാട്ടിൽ വന്ന പാടെ ഞാൻ എൻ്റെ പ്രോസസ്സിങ്ങിന് കൊടുത്തു. അതും മാതാവ് ഇടപെട്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ എനിക്ക് കാണിച്ചു തന്നു. പലരിലൂടെയും കോട്ടയത്തുള്ളതാണെങ്കിൽ കൂടിയും എന്നോട് കോഴിക്കോടുള്ള ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിയുന്നത്. അങ്ങനെ ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ചേർന്നു. അതിനുശേഷം നവംബർ 12 ആയിരുന്നു ഞാൻ അവിടെ വന്ന് ജോയിൻ ചെയ്തത്. നവംബർ 28 തന്നെ എനിക്ക് ഇൻ്റർവ്യൂ റെഡിയായി. ഡിസംബർ ആ ഒരു മാസം ജർമ്മനിയിൽ അവധി ആയതുകൊണ്ട് എനിക്ക് കോൺട്രാക്റ്റ് കിട്ടിയില്ല. ഞാൻ ഇൻ്റർവ്യൂവിൽ ഇരുന്ന സമയത്ത് ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉപ്പും എല്ലാം ഉപയോഗിച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. മാതാവിനറിയാം എൻ്റെ ഒരു കപ്പാസിറ്റി എത്രയാണ്. അപ്പം മാതാവ് അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ മാത്രമേ മാതാവ് എന്നോട് ചോദിച്ചുള്ളൂ. ബാക്കി എല്ലാവരോടും ടഫായിട്ടുള്ളത് ചോദിച്ചപ്പം എന്നോട് വളരെ എളുപ്പമുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതൊരു ഇൻ്റർവ്യൂ ആയിരുന്നോ എന്ന് പോലും അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി. അത്രയും സിമ്പിളായിട്ടുള്ളതായിരുന്നു എന്നോട് ചോദിച്ചത്. അതിനുശേഷം ഞാൻ ഇത് കഴിഞ്ഞ് ഇറങ്ങിയപ്പം എനിക്ക് കോൺട്രാക്റ്റ് വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായിന്ന്. അങ്ങനെ ഒരു മാസം കൊണ്ട് എനിക്ക് കോൺട്രാക്റ്റ് കിട്ടി. അത് കഴിഞ്ഞൊരു അന്ന് തന്നെ കോൺട്രാക്റ്റ് വാങ്ങിക്കാൻ പോയ അന്ന് തന്നെ എനിക്ക് VFS സ്ലോട്ടും കിട്ടി. എല്ലാം ഭയങ്കര സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എനിക്ക് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ചെയ്തു തരുന്നത്. കുറേ പിള്ളേർ ജർമ്മനി വേണ്ടിയിട്ട് ഇങ്ങനെ വർഷങ്ങളോളം നടക്കുമ്പം മാതാവ് എന്നെ മാസങ്ങൾ മാത്രമേ നടത്തിയുള്ളൂ. അങ്ങനെ ഞാൻ VFS സ്ലോട്ട് വെക്കാൻ വരുന്ന സമയത്ത് ഇവിടെ വന്ന് ശുശ്രൂഷകൾ ചെയ്യുമായിരുന്നു. കൃപാസനത്തിൽ വന്ന് ഞാൻ നിന്ന് ശുശ്രൂഷകൾ ചെയ്യുമായിരുന്നു. കാര്യം പ്രത്യേകിച്ച് എനിക്കിനി പഠിക്കാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം മാതാവിലോട്ട് തന്നെ അടുക്കാൻ വേണ്ടി ഞാൻ ഡിസംബർ 7 മാതാവിനെ വന്ന് തൊട്ടു. അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ട് പോയി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് പാസ്പോർട്ടിൽ 7ാമത്തെ പേജിൽ തന്നെ മാതാവ് എനിക്ക് വിസ തരണം എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഏപ്രിൽ 10 എനിക്ക് പോകാൻ പറ്റണം, അതുപോലെ മാർച്ച് 10 മുന്നേ എനിക്ക് വിസ കിട്ടണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇതെല്ലാം ഒപ്പിച്ച് എനിക്ക് ഇന്നാ വിസ വന്നേ. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടാണ് എൻ്റെ വിസ ഓപ്പൺ ചെയ്തേ. കറക്റ്റ് 7ാമത്തെ പേജിൽ തന്നെ എനിക്ക് മാതാവ് വിസ തന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തത് പൊതിച്ചോറ് കെട്ടി ഞാൻ ബസ് സ്റ്റാൻഡിലും ആശുപത്രികളിലും ഒക്കെ കൊടുക്കുമായിരുന്നു. അതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഈ റീൽസിലൊക്കെ ഓരോ മക്കൾക്കൊക്കെ അസുഖം വരുന്നത് കാണുമ്പം എന്നെക്കൊണ്ട് പറ്റുന്ന പൈസ ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ പ്രായമായ അമ്മമ്മമാരെ കാണാൻ പോയിട്ടുണ്ട്. അതുപോലെ വൃദ്ധസദനത്തിൽ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ കൃപാസനത്തിൽ വന്നിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. കൃപാസന പത്രങ്ങൾ വചനങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും പരമപിതാവിനും കോടാനുകൂടി നന്ദി. മോള് പറഞ്ഞത് ചുരുക്കിയാണ്, പക്ഷെ അതിനേക്കാൾ ഒരുപാട് കടമ്പകൾ കടന്നാണ് ഞങ്ങളിവിടെ വരെ എത്തിയത്. അമ്മ കൂടെ ഉള്ളതുകൊണ്ട് ഞാനൊരു സിംഗിൾ മദറാണ്. എന്നെ സഹായിക്കാൻ അമ്മയല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി, ഒരുപാട് നന്ദി. ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ ആൾത്താരയിൽ വന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാവാൻ എനിക്ക് അനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലേഖ. ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2022 ഏപ്രിൽ 20 എൻ്റെ കൂട്ടുകാരിയാണ് കൃപാസനത്തിലെ പത്രം എനിക്ക് തന്നത്. പിന്നെ എൻ്റെ കണ്ണിൻ്റെ അസുഖത്താൽ സ്റ്റെറോയിഡ് കഴിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ശരീരം നീര് വെച്ച് വികൃതമായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയാ പറഞ്ഞ് അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞാൽ അമ്മ അതെല്ലാം മാറ്റിത്തരുമെന്നു. അതിൻ്റെ ഫലമായി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യ നിയോഗം വെച്ചത് എൻ്റെ ശരീരത്തെ നീര് മാറി എനിക്ക് പഴയ രൂപത്തിലാകാൻ വേണ്ടിയായിരുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് കിട്ടിയ ഉപ്പും തേനും തൈലവും ഉപയോഗിച്ച് ഞാൻ ദിവസവും പ്രാർത്ഥിച്ച് അമ്മയുടെ മുന്നിൽ മുട്ടപ്പായി പ്രാർത്ഥിച്ച് എൻ്റെ നീരെല്ലാം അമ്മ മാറ്റിത്തന്നു. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. അത് കഴിഞ്ഞ് എനിക്ക് ഭവനമില്ലായിരുന്നു.
വാസയോഗ്യമല്ലാത്തൊരു ഭവനത്തിലായിരുന്നു 20 വർഷം കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. ഞങ്ങൾക്കൊരിക്കലും അത് വെക്കാൻ അത് അസാധ്യമായിരുന്നു. ഞങ്ങളെ കൊണ്ട് കഴിയില്ലായിരുന്നു അങ്ങനെ ഒരു വീട് വെക്കാൻ പോലും. എൻ്റെ ഭർത്താവിന് ഗൾഫിലാണ് ജോലിയെങ്കിൽ പോലും ആ തുച്ഛമായ ശമ്പളത്തിൽ ഞങ്ങൾക്കൊരു വീട് വെക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു. ഇവിടെ നിയോഗം വെച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ ഒരു ലോണിന് അപേക്ഷിച്ച് അമ്മ മാതാവ് ഞങ്ങളോട് പറയുന്നു ഒരു ലോൺ വെക്കുക എന്ന്. അങ്ങനെ ഞങ്ങൾ തൈലം ഉപയോഗിച്ച് കുരിശും വരച്ച് കാശുരൂപമായിട്ട് ബാങ്കിൽ ചെന്ന് ലോണ് അപേക്ഷിച്ചു. 18ാമത്തെ ദിവസം ഞങ്ങൾക്ക് ലോണ് ശരിയായി കിട്ടി. പഞ്ചായത്തിൽ നിന്ന് വീടും അനുവദിച്ച് ഞങ്ങൾക്ക് അങ്ങനെയൊരു ഭവനം കിട്ടി. അമ്മ മാതാവ് തന്ന ഭവനം. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തു. ഒക്ടോബർ 30-നായിരുന്നു എൻ്റെ പാല് കാച്ച്. 26-ന് മുമ്പ് എൻ്റെ ഭവനം പൂർത്തീകരിച്ചു. അമ്മ എനിക്ക് തന്ന എൻ്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിരുന്നു എൻ്റെ വീട്. അത് കഴിഞ്ഞ പുറമെ എൻ്റെ ഭർത്താവിന് ജോലിയില്ലായിരുന്നു. അദ്ദേഹത്തിന് 54 വയസ്സായതുകൊണ്ട് തിരിച്ച് ഗൾഫിൽ പോകാൻ കഴിവില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. ഇവിടെ വന്നു എൻ്റെ ഭർത്താവും മുട്ടിപ്പായി പ്രാർത്ഥിച്ച് നിയോഗം വെച്ചതിൻ്റെ ഫലമായി എൻ്റെ ഭർത്താവിന് ഗൾഫിൽ ദുബായിൽ നല്ലൊരു ശമ്പളത്തിൽ ജോലിയും കിട്ടും. ഇതിന് അമ്മയ്ക്കും തിരുമാനും കോടാനുകൂടി നന്ദി. എൻ്റെ മകൻ നല്ലവണ്ണം പഠിക്കത്തൊന്നുമില്ലായിരുന്നു. സാധാരണ ഒരു കുട്ടിയായിരുന്നു. അതിലും അമ്മ നല്ല മാർക്ക് 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി ജയിപ്പിച്ചു. +2-നും നല്ല മാർക്കോടുകൂടി എൻ്റെ മകനെ ജയിപ്പിച്ച് ഇപ്പോൾ ITIക്ക് പഠിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്ന പത്രം വിശ്വാസ പ്രമാണം ചൊല്ലി ഒപ്പിട്ട് പ്രാർത്ഥിച്ച് എത്തേണ്ട കൈകളിൽ തന്നെ ഞാൻ കൊടുക്കും. കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് എല്ലാവരോടും എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് ആണ് എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നത്. അവരോട് പറയും ഇവിടെ അങ്ങ് ഇടരുത്, ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് എനിക്ക് കിട്ടിയതിനെ പോലുള്ള അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തനം എനിക്ക് എൻ്റെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഒരംശം ഞാൻ കാശായിട്ട് എന്നെ ഒക്കുന്നത് പോലെ ഞാൻ അവർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ആത്മീയമായ ഈ വളർച്ചയെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ശാന്തിയും സമാധാനവും എല്ലാം. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. യെശയ്യാ 40:10. ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി.